അമൃതാനന്ദമയിക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പക്ഷെ തോന്നാം, ഇത്രയും പേര് താൻ അല്ലെന്ന് പറഞ്ഞാൽ പോലും തന്നെ തറ വെക്കാൻ തയ്യാറാകാതെ ആളുകൾ നിൽക്കുമ്പോൾ അവർക്ക് തോന്നാം എന്തോ തനിക്കുണ്ട്, തൻ്റെ ഓരോ കാര്യങ്ങൾ എന്തോ വിശുദ്ധമാണെന്നോ ദിവ്യമാണെന്നോ ഒക്കെ അവർക്ക് തോന്നിപ്പോകാം. കാര്യം അവർക്ക് അത്ര ഒരു കൗണ്ടർ ഇൻ്റലിജൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അത്തരം ഭ്രമങ്ങൾക്കൊക്കെ അവർ അടിമപ്പെട്ടു പോകാം. കൗണ്ടർ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു സാധനം ഭയങ്കരമാണ്. നമ്മളിലേക്ക് വരുന്ന ഒരു ഡേറ്റ അതിനെ കൃത്യമായി പ്രോസസ്സ് ചെയ്യാനായിട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് അതിനെ ഇൻട്രോഗേറ്റ് ചെയ്ത് അതിൻ്റെ സത്യത്തിലേക്കും വാസ്തവത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഇൻ്റലിജൻസ് ആവശ്യമാണ്. അത് പല ആൾക്കാർക്കും ഉണ്ടാവില്ല. അവർ ഇപ്പം മറ്റുള്ളവർ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് സ്വയം ദൈവമാണെന്ന് വിശ്വസിക്കാൻ എളുപ്പമായിരിക്കും. ഒരേ റീഡിംഗ് ആണ്. ഒരാളിൽ അമിതമായ ശക്തിയും ബോധവും ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ അത് നിങ്ങളിലും ഉണ്ട് എന്ന് കരുതാൻ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ മോഹൻലാൽ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് എന്തോ സംതിങ് എനിക്ക് തന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് സെയിം ഒരേ രീതിയിലുള്ള ചിന്തയാണത്. അത് പുള്ളിയുടെ ഒരു കഴിവായിട്ടല്ല പുള്ളി കരുതുന്നത്. എല്ലാ വിശ്വാസികളല്ലേ, അത് ഇപ്പം ഞാനത് വിചാരിച്ചുകൊണ്ടല്ല എനിക്ക് അങ്ങനെ വന്നത്, അത് സംതിങ് എന്ന് പറയാറില്ലേ, ഇത് സെയിം സാധനമാണത്. നമ്മളിൽ തന്നെ ഞാൻ എന്തോ അനോയിൻറ്റഡാണ്, അഭിഷിക്തനാണ്, എന്തോ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്നുള്ളൊരു ബോധ്യം വിശ്വാസികളിലേക്ക് വരും. കാരണം ഇത് തന്നെയാണ് അവർ മറ്റ് ദൈവങ്ങളെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം അങ്ങനെ തന്നെ സെയിം സാധനമാണ്.